ഹൽക്കേ ഷിൻചാനെ വാടാ, നമുക്കിന്ന് പുതിയൊരു മിഷൻ ചെയ്യാം. നമ്മുടെ അവഞ്ചേഴ്സ് ടീമിലത്തെ ഫസ്റ്റ് മിഷനാണ് നമ്മൾ ചെയ്യാൻ പോണ. ഫ്രാങ്ക്ലിൻ അണ്ണാ, നമ്മുടെ മിഷൻ എന്താണ് ഫ്രാങ്ക്ലിൻ അണ്ണാ? ഓരോടെ ഫ്രാങ്ക്ലിൻ എന്ത് മിഷനാന്ന് പറയടാ. എടാ ഷിൻചാനെ ഹൽക്കേ, മിഷൻ എന്താന്ന് വെച്ചാൽ എനിക്കെങ്ങനെ ഇത്രയും പവർ കിട്ടി അത് ഞാനിന്ന് കണ്ടുപിടിക്കും. ആ ട്രക്ക് ഡ്രൈവറിനെ നമുക്കിന്ന് കണ്ടുപിടിക്കണം. ദേ തുടക്കത്തിൽ തന്നെ തേടിയ വള്ളി കാല് ചുറ്റിയല്ല. എടാ ഡ്രൈവറേ പോലെ നീ, എനിക്ക് നിന്റെ വണ്ടീൻ്റെ ആവശ്യമുണ്ട്. എന്തോടാ ഞാൻ വണ്ടി തരൂല, എൻ്റെ ബോസ് എന്നെ ഏൽപ്പിച്ചേക്കട വണ്ടിയാണ്. ഓ നടുക്കത്തെ വണ്ടിക്കാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. ആ മുമ്പിൽ പോണ വണ്ടി എങ്ങാനും നീ എടുത്താ നീ ജീവനോടെ കാണൂല. അങ്ങനെയാണെങ്കിലേ ഒരു വഴി കാണണോല. ഈ ട്രാക്ടറിനെ അതിനെ നടുക്കത്തെ വണ്ടി എടുത്താൽ പ്രശ്നമൊന്ന്. അയ്യാ എടാ നിന്നെ ഞാൻ. ഗായ്സ്, ദിവന്മാരെന്താണ് കള്ളക്കടത്തിയണേന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എടാ നിങ്ങൾ വന്ന് വണ്ടി കയറ്. ഇവിടെ ഫ്രാങ്ക്ലിന് ഞങ്ങളെ വന്ന് വണ്ടി കയറിക്കൊള്ളട്ടെ. ഓക്കെ ഗൈസ്, അപ്പം അവർ വന്ന് വണ്ടി കയറട്ടെ. അപ്പം ഗൈസ് ഇവന്മാരെന്ത് സ്ലോയാണ്. എടാ വേഗം വന്ന് വണ്ടി കയറ ഹൾക്കെ ഷിൻചാനെ. ഗൈസ് അവന്മാർ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മിഷൻ്റെ ലൊക്കേഷനിലോട്ട് അങ്ങോട്ട് പോകാം. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഗൈസ് ഐഡിയ, ഇതിൽ മാപ്പ് ഉണ്ട് ഗൈസ്. ഈ മാപ്പിൽ ഗുഡ്സ് ഡെലിവറിയിൽ എങ്ങോട്ട് പോകാനാ മാർക്ക് ചെയ്ത് നടക്കണം, നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് കത്തിച്ച് വിടാം. അപ്പം ഞാനാണെങ്കിൽ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കണാണ് ഗൈസ്. യൂഹൂ, അപ്പം നമ്മുടെ മാർക്കി കാണിച്ചേക്കുള്ള സ്ഥലം വരെ നമുക്ക് അങ്ങോട്ട് കത്തിച്ച് വിടാം ഗൈസ്. എനിക്ക് തോന്നുന്നു നല്ല ഏതോ കിടിലൻ സ്ഥലത്താണെന്നാണ്. നമുക്ക് കുറേ ദൂരെ വണ്ടി ഓടിക്കണം. ദിവന്മാരൊക്കെ ഏതോ സ്ഥലത്താണ് ഒളിപ്പിച്ചേക്കണേന്ന് മനസ്സിലായി ഗായ്സ്. അപ്പം നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. യുഹൂ ഗായ്സ് എത്തി. ഡ്രിഫ്റ്റ് അടിച്ചങ്ങാണ്ട് നിർത്താം. ഹിഹി ഗായ്സ്, എൻ്റെ ഡ്രിഫ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു, പോളപ്പൻ ഡ്രിഫ്റ്റ് അല്ലേ ഗായ്സ്. ഇനി ഇതിൻ്റെ ഓണറൊക്കെ വരട്ടെ, അവന്മാർ വരുമ്പോൾ വേണം നമുക്ക് അനുഭവിപ്പിക്കാൻ ഗൈസ്. നമുക്കിപ്പോൾ ഈ വണ്ടി ഒറിജിനൽ ട്രക്ക് ഡ്രൈവേഴ്സ് പാർക്ക് ചെയ്യണ പോലെ നമുക്ക് അങ്ങോട്ട് ചെന്ന് പാർക്ക് ചെയ്തിടാം. യൂഹൂ ഫ്രാങ്ക്ലിൻ അണ്ണാ, അവന്മാർ വന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ? പിന്നെ വെയിറ്റ് ചെയ്യാണ്ട് അപ്പം തന്നെ അവരോട് മണ്ട ഷിൻചാനെ. ഇവന്മാർ എന്ത് സാധനമൊക്കെ കള്ളക്കടത്ത് ചെയ്യണേന്നൊക്കെ നമ്മൾ അറിയണ്ടേ? അത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്രാങ്ക്ലിൻ അണ്ണാ, നമുക്കിവിടെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെടാ ഷിൻചാനെ. ഹൾക്കെ എടാ ഹൾക്കെ ഷിൻചാനെ, ഇവന്മാരാ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കണം ഗായ്സ്. ഞാനതിന് വേണ്ടി നമ്മുടെ സ്നൈപ്പറിൻ്റെ സ്കോപ്പും വെച്ച് ഇവന്മാർ എന്താ ചെയ്യണേന്ന് നോക്കട്ടെ ഗൈസ്. എനിക്കാണ് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റൂല. ഇനി കറക്റ്റായിട്ട് നോക്കാം. മച്ചാനെ, നമുക്ക് ഇന്നത്തെ ഡീൽ എന്താണെന്നറിയോ? ഇന്നത്തെ ഡീൽ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ട്രക്കുകളിലുള്ള നമ്മുടെ സ്വന്തം മനുഷ്യന്മാരാ മ്യൂട്ടേറ്റ് ചെയ്യണ മ്യൂട്ടേഷൻ ആസിഡാണ്. ഗായ്സ് ഇവന്മാരെന്തൊക്കെയാ കൊണ്ടുവക്കണം? മ്യൂട്ടേഷൻ ആസിഡാ? അതൊക്കെ എന്ത് സാധനമാണ്? ഇതിനെത്ര ഡീലാണ്? ഇതിനെത്ര വേഗം ഇത്ര സാധനത്തിന്? അത് മച്ചാനെ, ഇത്രയും സാധനത്തിനൊക്കെ കൂടി കുറേ പൈസ ആവട്ടാ. കുറേ പൈസ പിന്നെ വെറുതെ കിട്ടോ? അങ്ങനെയൊന്നും ഞാൻ തരാൻ പോണില്ല. ഞാൻ നിന്നെ തന്നെ അടിച്ച് കൊല്ലുവടെ. നീ എന്നെ കൊല്ലാൻ വന്നാലേ ഇവിടെയുള്ള എല്ലാ ഡ്രൈവറും കൂടി എന്നെ വന്ന് നശിപ്പിക്കും.
കാര്യമില്ല. എടാ ഈ ആസിഡ് കൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ പൈസേൻ്റെ കാര്യമൊക്കെ പിന്നീട് ഈ ആസിഡിൽ ആരുടെയെങ്കിലും കാല് മുട്ടിയാൽ അവരുടെ കാല് മൊത്തത്തിൽ പാരലൈസായി പോവും. പിന്നെ അവർക്ക് ജീവിതകാലത്ത് ഒരിക്കലും നടക്കാൻ പറ്റൂല. കയ്യിൽ മുട്ടിയാൽ കൈ ചുരുങ്ങിപ്പോകും, ഒരു കൈ തന്നെ ചുരുങ്ങിപ്പോകും. പിന്നെ ഒരു കയ്യിലൊടിച്ച ഒറ്റ കൈയാവും, ചെറിയ കൈയാവും. ഒരെണ്ണം ഭയങ്കര വലിയ കൈയാവും. ഒരിടക്കിലുള്ള ചെറിയ കൈയാവണം, ഒരിടക്കിലുള്ള വലിയ കൈയാവാനുള്ളതാണ്. അപ്പം ട്രാക്ടറിലുള്ള നടപ്പട്ട ഇടമുണ്ട്. ട്രാക്ടറിലുള്ള എന്താണെന്ന് വെച്ചാൽ ബോഡി ശരീരം മുഴുവൻ ഉറുമ്പിൻ്റെ തറവാക്കാനുള്ള സാധനമാണ്. ഇതൊക്കെ നിനക്ക് വേണമെങ്കിൽ ഡ്രൈവർമാരെ വെച്ച് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് മനസ്സിലായി. ഗായ്സ്, ഈ കള്ള ഹിമാറൊക്കെ പറയണുണ്ടില്ലേ, അവഞ്ചേഴ്സ് ടീം കോട്ട് യു ദ സ്പോട്ട്. എന്നെന്തിനാണ് പിടിക്കണത് തടിയാ? എടാ നീയൊക്കെ ഇനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഫൈറ്റിംഗ് സ്റ്റാർട്ട്സ് നൗ. പിഷ്കും. നീ ഇനി അനുഭവിക്കടാ, അനുഭവിക്കുമെടാ. നിന്നെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി പോലീസുകാർ വന്നിട്ട് നിന്റെ കേസ് നോക്കിക്കോളും. ഇനി ട്രക്കുകളും ഇതിലുള്ള ഒരു സാധനം ബാക്കി വേണ്ട. മോനെ, എന്നൊന്നും ചെയ്യല്ലേ. നിന്നൊന്നും ചെയ്യണല്ലോ, നിന്നെ കൊല്ലുക മാത്രമേ ചെയ്യുള്ളൂ. നീ ഇനി ഇങ്ങനത്തെ തടിയ ഹിമാറുകൾക്ക് സാധനം വിൽക്കൂടാ. നിങ്ങളെ രണ്ടുപേരും ഇപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. മറ്റേവൻ പോലീസുകാരിപ്പോൾ വരും, എന്നിട്ട് നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കേട്ടറാ? ആൾക്കാരെ മൊത്തം വണ്ടിയിലാക്കി. ഇന്നെനിക്ക് പ്രമോഷൻ കിട്ടും. ഇവന്മാർക്ക് കുറേ പൈസയും കൊടുക്കാം. കിക്കി അവാർഡ് ഇവന്മാർക്ക് തന്നെ കിട്ടിക്കോളും. ഇനി നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങിയാലോ? ഇത്തിരി ലോങ്ങിൽ നിൽക്കണം. എടാ ഹൾക്കേ, ഷിൻചാനെ വേഗം വാ. ഞങ്ങളെ വന്നു ഫ്രാങ്കിലെണ്ണ. നിനക്കെന്താ അത്ര ധൃതി? എടാ പൊട്ട, ധൃതിയിൽ ചെയ്തില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൈവിട്ട് പോകും. മരക്ക രക്ഷപ്പെട്ട പണിയാവും. ഗായ്സ്, ഇൻ 3, 2, 1 നമുക്ക് കൊല്ലാൻ വേണം മരം. ടീം അവഞ്ചേഴ്സ് റെഡി അല്ലേ? വീഡിയോ കട്ടെ. ഓക്കെ, സ്റ്റാർട്ട്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ വെച്ചിട്ടുണ്ട്. അവിടെ കുറേ വണ്ടികൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോയും കൂടി നോക്കാം, ഫാസ്റ്റ് ആവട്ടെ. ഇതിൻ്റെ ബുള്ളറ്റിന് ഇത്തിരി വില കൂടുതലാണ്, അതാണ് പണി. ഫോർച്യൂണർ പൊട്ടിത്തെറിപ്പിക്കുക, അതാണെങ്കിൽ ഒരിക്കലും ചാവാത്ത വണ്ടിയാണ്, അതാ കുഴപ്പം. ടൊയോട്ട അല്ലേ ഗായ്സ്? എന്നാലും പൊട്ടും. യെസ് ഗായ്സ്, ഇനി ആ സ്വിഫ്റ്റ് ഇത് അങ്ങോട്ട് പൊട്ടട്ടെ. നമുക്ക് എല്ലാ വണ്ടിയും പൊട്ടിയാൽ നോക്കാം. എല്ലാ വണ്ടിയും പൊട്ടിത്തെറിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ടീം മിഷൻ അവഞ്ചേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തൊരു ടീം മിഷൻ അവഞ്ചേഴ്സ് ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗായ്സ്, നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കൂടി ചെയ്ത് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി ഒറിജിനലി എല്ലാവർക്കും ഒഫീഷ്യലി ഗുഡ് ബൈ.